സ്ഫോടനം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോൾ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനം ഇതൊരു IED സ്ഫോടനമാണ് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. ടൈമർ ഉപയോഗിച്ചാണ് ഈ ബോംബ് ഇപ്പോൾ അവിടെ പൊട്ടിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അമോണിയം നൈട്രേറ്റ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള പരിശീലനമൊന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പ്രതി എന്ന് പറയുന്ന ആളുടെ ഒരു ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ ഹോട്ടലിന് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലുള്ള CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇതിൽ ഇയാൾ തൊപ്പി ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ണട വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കയ്യിലൊരു ബാഗും പിടിച്ചിട്ടുണ്ട്. ഈ ബാഗിനുള്ളിൽ ഒരു ടിഫിൻ കാരിയർ ഉണ്ടായിരുന്നുവെന്നും ആ ടിഫിൻ കാരിയറിലാണ് ഈ ബോംബ് സൂക്ഷിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഈ ഹോട്ടലിലെത്തി അവിടെ നിന്ന് ടിക്കറ്റ് ഭക്ഷണത്തിന് വാങ്ങാനുള്ള ടിക്കറ്റ് എടുത്ത് ടോക്കൺ എടുത്ത് ബാഗ് അവിടെ വെച്ച് അവിടെ നിന്ന് മാറി ടൈമർ ഉപയോഗിച്ച് ഇത് ബ്ലാസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വ്യക്തിയുടെ മുഖം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഒരാൾ കസ്റ്റഡിയിലുള്ളതായുള്ള സൂചനകൾ പോലീസ് വൃത്തങ്ങളിൽ തന്നെ വരുന്നുണ്ട്. അത് ഈ കക്ഷിയാണോ എന്നുള്ളതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിവാദം കൂടി കൊഴുക്കുന്നുണ്ട്. ഈ സംഭവം കോൺഗ്രസ് സർക്കാരിൻ്റെ വീഴ്ചയായി ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2022 ഉണ്ടായ മംഗളൂരു കുക്കർ ബോംബ് സ്ഫോടനം, അതുപോലെ തന്നെ ഷിമോഗ IS മൊഡ്യൂൾ കേസ്, ഇതിന് രണ്ടും ആയി ഒരു വളരെ സാമ്യം ഈ ഓപ്പറേഷന് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ ഇനിയും സ്ഥിരീകരിക്കേണ്ട വിവരങ്ങളാണ്. നിലവിലേതായാലും പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.